ഹായ് എവരിവൺ, വെൽക്കം ടു ചാനൽ സ്വാസ്ഥ ഫുഡ്സ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റവ വെച്ചുള്ളൊരു സ്നാക്സാണ് റവ ചിപ്സ്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിപ്സാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ല ക്രിസ്പിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുക്കാം. റവ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ റവ പൊടിക്കുമ്പോൾ അതിൻ്റെ ഇതിലോട്ട് 2 മുളക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ ചില്ലി പൗഡർ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി ഇതിൻ്റെ ഇതിലോട്ട് 1/2 ടീസ്പൂൺ ജീരകം ഒന്ന് പൊടിച്ചത്, പിന്നെ കുറച്ച് കറിവേപ്പില അരിഞ്ഞതാണ് ഇതിട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഉപ്പ്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം. ഇപ്പോൾ ചപ്പാത്തി കുഴയ്ക്കുന്നത് പോലെ തന്നെ ഞാനിവിടെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ കുഴച്ച് വെച്ചിട്ട് നമ്മൾ അടച്ചു വെക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഡ്രൈ ആയി പോകും. ഇനി ഇതിന് കുറച്ചെടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ചെറിയ ബോളായിട്ട് എടുക്കുക. ബാക്കി അവിടുത്തെ അടച്ചു വെക്കുക. ഇത് കുറച്ച് പൊടിയിൽ മുക്കിയിട്ട് പരത്തിയെടുക്കുക. നല്ല കനം കുറച്ച് പരത്തുക. ഇതൊന്ന് മുറിച്ചെടുക്കാം. പിന്നെ സ്ക്വയർ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയമണ്ട് ഷേപ്പ് വേണമെങ്കിൽ ഡയമണ്ട് ഷേപ്പ് എടുക്കാം. ഇങ്ങനെ കനം കുറച്ച് എല്ലാം പരത്തി കട്ട് ചെയ്തെടുക്കാം. ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എടുത്തോ അതുപോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. പൊടി തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പരത്താൻ പറ്റും. കുഴയ്ക്കുമ്പോൾ നല്ലതായിട്ട് കുഴച്ചെടുക്കണം. ഇപ്പം ഗ്യാസിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്, ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം. കാണാൻ നല്ല പൊങ്ങി വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ തിരിച്ചിടുക. അപ്പോൾ ഇതെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി അടുത്ത് അതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ടുണ്ട് ഇത്. ഇപ്പോൾ എടുക്കാം. ഇത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിപ്സാണ് ഇത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.